ഹായ്, SP അരുളേലാണ്. ദുരന്തമുണ്ടോ? ഉടനടി ഫണ്ട് പിരിവിൻ്റെ സ്കോപ്പ് നോക്കുക. എന്താണെന്നല്ലേ? നിതിൻ രാജിനെ അറിയാലോ. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ജാതി അധിക്ഷേപം നേരിട്ടതിൻ്റെ പേരിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത ആ നിതിൻ രാജ്, അദ്ദേഹത്തിൻ്റെ ആ മരണത്തിൻ്റെ മുറിവ് ഉണങ്ങുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ സ്കോർ ചെയ്യണം. കാര്യം നമ്മൾ വയനാട് കണ്ടതുപോലെ തന്നെ ആ ദുരന്തമുഖത്ത് നിന്ന് ചിന്നിച്ചിതറിയ മനുഷ്യർക്കിടയിൽ നിന്നുകൊണ്ട് ഒരു വീട് പ്രഖ്യാപനം, 130 വീട് പ്രഖ്യാപിച്ച് താക്കോൽ കൈമാറിയ അതേ പ്രതിപക്ഷം ഇതങ്ങോട്ട് നോക്കി കണ്ടില്ലേ? നിതിൻ രാജിന് വീട് വെച്ച് കൊടുക്കും അത്ര. പ്രഖ്യാപിച്ച വീട് പിരിച്ച പൈസയും വെച്ചിട്ട് 1.5 വർഷത്തിന് മുകളിൽ, അതായത് 2 വർഷം ആകാൻ പോകുന്നു, ഇതുവരെ വീട് കൊടുത്തിട്ടില്ല. ഈ വീട് കൊടുപ്പ് പ്രഖ്യാപനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹോബി പോലെയാണ്. ദുരന്തമുള്ളിടത്ത് പോയി നിന്ന് എൻ്റെ പടം അച്ചടിച്ച് വരാൻ ഞാനിതാ വീട് വെച്ച് കൊടുക്കാൻ പോകുന്നു. കേരളത്തിൽ ഈ വീട് വെച്ച് കൊടുപ്പ് തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് നടത്തുന്നതല്ല. പ്രളയകാലത്ത് VD സതീശൻ പുത്തൻ വേലിക്കരയിൽ പോയി കിട്ട കല്ല് ഇപ്പോഴും അതേപടി അവിടെ പുല്ലും പിടിച്ച് കിടപ്പുണ്ട്. വലിയ പ്രഖ്യാപനമായിരുന്നു. വീഡിയോ എടുത്തു, പോയി അവിടെ കല്ലിട്ടു. പക്ഷേ ഇപ്പോൾ പറയുന്നു ആ ഭൂമിക്ക് പറ്റിയില്ല, ഞാൻ വേറെ വീട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഓഡിറ്റബിൾ അല്ലല്ലോ. ഒരു മര്യാദ വേണ്ടേ മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം? മറ്റുള്ളവരുടെ ദുരന്ത സന്ദർഭത്തിൽ എനിക്കവിടെ രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പോയി വലിയൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ മോഹന വാഗ്ദാനം കൊടുക്കണം. ഈ അടുത്ത കാലത്ത് ബിന്ദുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വീടിടിഞ്ഞ് വീണ സന്ദർഭത്തിൽ ചാണ്ടി ഉമ്മൻ ആയിരുന്നു അവിടെ പോയിട്ട് ഇതുപോലെ വീട് കൊടുക്കും. 10 ദിവസത്തിനകത്ത് അവരുടെ വീടിൻ്റെ അറ്റകുറ്റപ്പണി തീർത്തു കൊടുക്കും. പുതിയ വീട് സർക്കാർ പറഞ്ഞത് വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ അവിടെ വെച്ചു കൊടുത്തു. പക്ഷേ മെയിൻ്റനൻസ് ചെയ്യുമെന്ന് പറഞ്ഞ ആൾ പിന്നീട് അതുവഴി പോകുന്നത് നിങ്ങൾ കണ്ടില്ലല്ലോ. ഇതാണ് ഇവർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഓരോ ദുരന്തമുണ്ടാകുമ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ രാഷ്ട്രീയ ഹൈപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനപ്പുറം ഈ ഞങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ചില സംവിധാനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ VD സതീശൻ തന്നെ ഈ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം കൂടി ഉൾപ്പെട്ട സവർണ മേലാളന്മാരാണ് ഇപ്പോൾ അടുത്ത മുഖ്യമന്ത്രിയാകാനൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ആര്? ഈ പറയുന്ന സവർണ മേലാളന്മാർ മാത്രമേ കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രിയാകാൻ പാടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ആയിക്കഴിഞ്ഞാൽ മോശമാണ്. അതാണല്ലോ നമ്മുടെ നാട്ടിലെ പ്രചരണം. അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുക എന്ന് പറയുമ്പോൾ മുൻകാലങ്ങൾ ചെയ്ത അത് നിങ്ങൾക്ക് ചട്ടിമറിയ ഓർമ്മ കാണുമല്ലോ. അവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അവർക്ക് വീട് വെച്ച് കൊടുത്ത ആ കല്ലിട്ട പ്രവർത്തനങ്ങളെ ഒടുവിൽ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കിയപ്പോൾ നേരെ പോയി ഒരു വീട് വെച്ച് കൊടുക്കുന്നു. ആ വീടോടുകൂടി നേരെ BJPയിൽ അങ്ങ് പോയി. ആ പണവും പോയി BJPയിൽ എത്തിക്കുകയും ചെയ്തു. അന്ന് രാഷ്ട്രീയ നാടകം കളിച്ചതാണ്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഇതെല്ലാവരും മറക്കുമെന്നാണ് ഇവർ കരുതുന്നത്. ഈ വയനാട് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വീട് വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് അന്തസ്സുള്ളവരാണെങ്കിൽ ഇതിനകത്തൊരു വീടിൻ്റെ തറക്കല്ലോ അതിൻ്റെ ഒരു കല്ലിന് മുകളിൽ മറ്റൊരു കല്ല് വയ്ക്കാവുന്ന ഒരു പ്രവർത്തനം പോലും ഈ നാട്ടിൽ നടത്താതെ ഈ സന്ദർഭത്തിൽ പോലും തൻ്റെ ഫോട്ടോ അച്ചടിച്ച് ഇതുപോലെ വരുമ്പോൾ വീട് കൊടുക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തിയാൽ പിന്നീട് ഇത് ആര് ചോദിക്കാൻ? പറഞ്ഞ കാര്യത്തിൽ പോയി നോക്ക്, പണി തുടങ്ങി എന്ന് വരെ പറഞ്ഞതിന് ശേഷം ഫണ്ട് പിരിച്ച് 5.5 കോടി രൂപയിൽ 1 രൂപ നയാ പൈസ അവിടെ ബാക്കിയില്ല എന്ന് പറയുന്നിടത്ത് നിന്നിട്ട് ആ വീട് വയ്ക്കാൻ ഫണ്ടില്ലാത്തവർ പുതിയ വീട് വെച്ച് കൊടുക്കുമെന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇമാതിരി ദുരന്തങ്ങളെ വിറ്റ് കാശടിക്കാനും ഇനി ഇതിൻ്റെ പേരിലൊരു പിരിവ് നടത്താലോ. ആ നിതിൻ രാജിൻ്റെ ഫണ്ട് എന്ന പേരിലൊരു പിരിവ് നടത്തിയിട്ട് ആ ഫണ്ട് മുക്കിക്കൊണ്ട് പോകാനുള്ള പുതിയ ഒരു തന്ത്രം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടുകാർ മനസ്സിലാക്കുക, 10 പൈസ ഇതിൻ്റെ പേരിൽ ചോദിച്ചാൽ കൊടുക്കരുത്. കാര്യം പോയി വയനാട് വീട് വെച്ച് കൊടുത്തിട്ട് വാ, എന്നിട്ട് ആലോചിക്കാം. ഓരോ സന്ദർഭങ്ങളിൽ അതിവൈകാരിക നാട്ടുകാരുടെ വികാരം ഉണരുന്ന സന്ദർഭത്തിൽ ഇതിനെ എടുത്ത് അങ്ങോട്ട് മാർക്കറ്റ് ചെയ്താൽ നല്ല ഫണ്ട് മറിയും. ആ ഫണ്ട് ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്യാം? എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പരിപാടിയും കാണിച്ച് ഒരു കല്ല് വിട്ടതിന് ശേഷം ഒരൊറ്റ പോക്കങ്ങ് പോവുക. ആര് ചോദിച്ചാലും പണി തുടങ്ങി ഉടൻ വരും. അത് ഫണ്ട് കണക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ കണക്ക് വീട് വെച്ചിട്ട് കാണിക്കും. വീട് വെച്ചാലല്ലേ പിന്നെ കണക്ക് കാണിക്കേണ്ടത്, അതുകൊണ്ട് വീട് വയ്ക്കുകയില്ല. അപ്പോൾ അങ്ങനെ ആ ഫണ്ട് അടിച്ചുകൊണ്ട് പോയതിന് ശേഷം പാവപ്പെട്ടവരാണ്, നിർധനരാണ്, അവരൊരിക്കലും ചോദിക്കാൻ വരില്ല. മാധ്യമങ്ങൾ എൻ്റെ കൂടെ ഒപ്പം ഉണ്ട് എന്നുള്ള മനോഭാവത്തിൽ ചെയ്യുന്ന ഈ പ്രവർത്തനം ഇതൊരു തട്ടിപ്പാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുക. വയനാട് 130 വീട് പ്രഖ്യാപിച്ചതിന് ശേഷം കാപ്പിച്ചെടി വെട്ടിക്കളഞ്ഞൊരു കല്ലുവിട്ട് പോയതിന് ശേഷം ഒരു കല്ല് അതിൻ്റെ പുറത്ത് വയ്ക്കാത്തവർ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ എന്ന് നാട്ടുകാർ ചിന്തിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ദുരന്തത്തെ വിറ്റ് കാശടിക്കാൻ ശ്രമിക്കുന്ന ശവം തൂക്കികളെന്ന് ആവർത്തിച്ചവരെ പിന്നെയും വിളിക്കേണ്ടി വരുന്നത് ഇമാതിരിയുള്ള പൊള്ള വാഗ്ദാനങ്ങൾ ദുരന്തത്തിൽപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് പോയി ഒരു ഉളുപ്പുമില്ലാതെ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ചെയ്തു കൊടുക്കാമെന്നുള്ള വാഗ്ദാനം കൊടുത്ത് മുങ്ങുന്നതും പറ്റിക്കുന്നതും ഒരുതരം മറ്റേ പണിയാണെന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് സതീശൻ്റെ ഈ ഒരു പ്രഖ്യാപനത്തെയും വെറും തട്ടിപ്പാണെന്ന് ആവർത്തിച്ച് പറയുന്നത്.